നമസ്കാരം. ഡിവൈ എക്സ്പ്ലോറിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സ്വന്തം വയനാട്ടിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ഐശ്വര്യമായി ഒരു കിടിലം ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തന്നെ വീഡിയോ തുടങ്ങാമെന്ന് വിചാരിച്ചു. നല്ല പാലപ്പവും മുട്ടക്കറിയും. നമ്മുടെ താമരശ്ശേരി ചുരം കയറി നേരെ മുകളിലേക്ക്. ചുരം കയറിയ ക്ഷീണമൊന്നും നമ്മുടെ ഫ്രീ സ്റ്റൈലിനില്ല, പക്ഷേ അതിലിരുന്ന് വന്നതിൻ്റെ നല്ല ക്ഷീണം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ പിന്നെ ഒരു ചായ കുടിച്ചിട്ട് അതങ്ങ് മാറ്റിയേക്കാം. ഉഴുന്നുവട, സമൂസ, ചട്ടിപ്പത്തിരി, കല്ലുമ്മക്കായ് ഫ്രൈ, ഉന്നക്കായ്, അങ്ങനെ എല്ലാം ഉണ്ട്. ചായ കുടി ഏതായാലും ഗംഭീരമായി. ഇനി കസിൻ അക്ഷയനെയും പിക്ക് ചെയ്തിട്ട് നേരെ കാന്തൻപാറ വാട്ടർഫാൾസിലേക്ക്. ഇത് നമ്മൾ പോയതല്ല പൊന്നു, എനിക്ക് ഓർമ്മയുണ്ടാ? ഇത് മീൻമുട്ടി വെള്ളച്ചാട്ടം. അതവിടെ ഇവിടെ വരും. മീൻമുട്ടി 40 രൂപയാണ് മുതിർന്നവർക്കുള്ള എൻട്രി ഫീ. കുട്ടികൾക്ക് 20 രൂപയും. ലോക്ക്ഡൗണിന് ശേഷം നവംബർ 1 കേരളപ്പിറവിക്കാണ് കേരളത്തിലെ ടൂറിസ്റ്റ് സ്പോട്ടുകൾ സന്ദർശകർക്കായി തുറന്നു കൊടുത്തത്. മാസ്കും സാനിറ്റൈസറും ടെമ്പറേച്ചർ ചെക്കിങ്ങും ഒക്കെയായി എല്ലാവിധ കോവിഡ് പ്രോട്ടോക്കോളും ഫോളോ ചെയ്തുകൊണ്ടാണ് ഉള്ളിലേക്ക് പ്രവേശനം. ഇത് വാട്ടർഫാൾസിൻ്റെ മുകളിലത്തെ ഭാഗമാണ്. ഇവിടെ കുളിക്കാനുള്ള പെർമിഷൻ കൊടുക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഇവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊന്നും ഈ വഴിയിൽ കല്ല് വിതറിയിട്ടുണ്ടായിരുന്നില്ല. ലോക്ക്ഡൗൺ സമയത്ത് കുറച്ച് മെയിൻ്റനൻസ് വർക്കുകളൊക്കെ നടത്തി നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ഇരുമ്പ് പാലത്തിലൂടെ നടന്നുപോയാൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സൈഡ് വ്യൂ കാണാം. കാടിൻ്റെ ഒത്ത നടുക്ക് ഒരു വെള്ളച്ചാട്ടം. പടികൾ കുറച്ചുകൂടി കടന്ന് താഴേക്ക് ഇറങ്ങിച്ചെന്നാലാണ് വെള്ളച്ചാട്ടത്തിൻ്റെ യഥാർത്ഥ ദൃശ്യഭംഗി മനസ്സിലാവുള്ളൂ. ഇനി നേരെ നെല്ലറച്ചാൽ വ്യൂ പോയിന്റിലേക്ക്. ഇത് ശരിക്കും ഒരു സൺസെറ്റ് വ്യൂ പോയിൻ്റാണ്. പക്ഷേ കുറച്ച് നേരത്തെ തന്നെ ഞങ്ങൾ അവിടെ എത്തി.
പച്ചപ്പുല്ല് നിറഞ്ഞ ഒരു മൊട്ടക്കുന്നാണിത്. കുന്നിൻ്റെ താഴെയായി ഒരു തടാകം പോലെ തോന്നിക്കുന്ന ഒരു വെള്ളക്കെട്ട് കാണാം. കാരാപ്പുഴ ഡാമിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ഈ സ്ഥലമുള്ളത്. താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ അവിടെ കുറച്ച് പേര് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. കുന്നിറങ്ങി ചെല്ലുമ്പോൾ ഉണ്ടായിരുന്ന ഉഷാറൊന്നും കയറി വരുമ്പോൾ ഉണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ കയറി ഒരുവിധം മുകളിലെത്തി. വീണ്ടും ഒരു സായാഹ്ന ദൃശ്യം മനസ്സിൽ പതിപ്പിക്കാൻ. അപ്പോൾ ഇനി ഒട്ടും വൈകിക്കണ്ട. ഉടനെ തന്നെ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി കാത്തിരിക്കുക. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ